പക്കാ രാഷ്ട്രീയത്തിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ഒരു പ്രസ്താവന നടത്തിയുണ്ടായി. CPM-ന് നാണം കെട്ട തോൽവിയാണ് സംസ്ഥാനത്ത് സംഭവിച്ചു എന്നാണ് ശ്രീമതി ടീച്ചർ പറഞ്ഞത്. അതിനകത്ത് അവർ ചില കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കാൻ ഇപ്പോഴും തയ്യാറാവുന്നില്ല എന്നുള്ളൊരു സങ്കടകരമായ അവസ്ഥയുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഭരിക്കുകയും വർഷങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് CPM. CPM-ന് നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെല്ലാം സംഭവിക്കുന്ന ഒരു ദുരന്തമുണ്ട്. യാഥാർത്ഥ്യങ്ങളെ കാണേണ്ട സമയത്ത് കാണാതിരിക്കുക, അതിനെ ന്യായീകരിച്ച് വഷളാക്കുക, അതിനെ പരിഹസിച്ച് ജനങ്ങളുടെ ഇടയിൽ പരിഹാസ കഥാപാത്രമാക്കുക. ഇതാണ് CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്ത് മുഴുവൻ ഈ കാലങ്ങളിൽ നടത്തിക്കൊണ്ട് അതിൻ്റെ തനിയാവർത്തനമായിരുന്നു കഴിഞ്ഞ 10 വർഷം നടന്നത്. അതായത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനങ്ങൾ ഉയർത്തുന്ന വിഷയങ്ങൾ, അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ സംഭവിക്കുന്ന ചലനങ്ങൾ, ഇതൊന്നും കാണാതിരിക്കുകയും അതിനെയൊക്കെ തന്നെ പരിഹസിക്കുകയും ന്യായീകരിച്ച് വഷളാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി കാണാൻ ഇപ്പോഴും CPM പഠിച്ചിട്ടില്ല. അതിൻ്റെ ദുരന്തമാണ് CPM-നുണ്ടായ ഈ ശ്രീമതി ടീച്ചറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നാണം കെട്ട തോൽവി. നമ്മളൊരു കാര്യം കൂടെ അറിയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷം ജനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ചില അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്. ആ അടിസ്ഥാന പ്രശ്നങ്ങളോട് CPM-നെ പോലൊരു പാർട്ടി പൊതുസമൂഹത്തിൻ്റെ ആവശ്യങ്ങളോട് എങ്ങനെയാണ് പരിഗണിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അന്നൊക്കെ ശ്രീമതി ടീച്ചറിനെ പോലെ ഒരാൾ കേരള സമൂഹം അംഗീകരിക്കുന്ന, ആദരിക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ളത് അവരാരും അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. ഒരു ഉദാഹരണം പറയാം. കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ടവരായ സ്ത്രീകൾ നടത്തിയ ഒരു സമരമായിരുന്നു ആശാ സമരം. 266 ദിവസമാണ് ആ പാവപ്പെട്ട സ്ത്രീകൾ സെക്രട്ടേറിയറ്റ് നടയിൽ വെയിലും മഴയും കൊണ്ട് അവിടെ സമരം നടത്തി. അന്നൊന്നും ഈ ശ്രീമതി ടീച്ചർ ഒരക്ഷരം അവർക്ക് അനുകൂലമായ ഒരു സംസാരം നടത്താൻ ഇവരാരും തയ്യാറായിട്ടില്ല. കാരണം അവർ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ദേശീയ പ്രസിഡന്റാണ്, കേരളത്തിൽ മുൻ മന്ത്രിയായിരുന്നു, നല്ല ഒരു പാർലമെന്റേറിയനാണ്. അതൊക്കെ ശരിയാണ്. കേരളത്തിൽ സമീപകാലത്ത് വന്ന നല്ല ആരോഗ്യമന്ത്രിമാരിൽ ഒരാളുമൊക്കെയാണ്. പക്ഷേ യാഥാർത്ഥ്യങ്ങളോട് പുറംതിരിഞ്ഞിരിക്കുക, യാഥാർത്ഥ്യങ്ങളെ കണ്ടില്ലെന്ന് അടിക്കുക എന്നുള്ളൊരു പ്രവണത ഈ CPM നേതാക്കൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരു പൊതുകാര്യത്തെക്കുറിച്ച് തുറന്ന അഭിപ്രായം പറയാൻ ഇവർ പലപ്പോഴും തയ്യാറാവുന്നത് അവർക്കെല്ലാം പാർട്ടി രഹസ്യവും പാർട്ടിക്കുള്ളിൽ മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന പറയുന്നത്. പാർട്ടി ചെയ്യുന്ന ഒരു തെറ്റിനെ തെറ്റാണെന്ന് പൊതുസമൂഹത്തോട് പറയാനുള്ള ആർജവും ഇവരാരും സമയാസമയങ്ങളിൽ കാണിക്കുന്നില്ല. ഇപ്പോഴതുകൊണ്ട് എന്താണ് CPM ചെയ്യുന്നത്? ഇപ്പോൾ പറയുന്നത് ജില്ലാ അടിസ്ഥാനത്തിലും ഏരിയ അടിസ്ഥാനത്തിലുമൊക്കെ എല്ലാവർക്കും തുറന്നു സംസാരിക്കാൻ അവസരമുണ്ട്. ഇതുവരെ ഈ 10 കൊല്ലം ഈ തുറന്ന സംസാരം എന്ന് പറയുന്നത് ഇല്ലാത്തതിന്റെ ദുരന്തമാണ് അവരിപ്പോൾ അനുഭവിക്കുന്നത്. ഈ തുറന്ന് സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കുക, അത് പറയാനുള്ള നട്ടല് നിങ്ങളാരും കാണിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ ന്യായീകരിച്ച് വഷളാകേണ്ടി സ്ഥിതി വരുന്നത്. ഇപ്പോഴാണ് പറയുന്നത് നാണം കെട്ട തോൽവിയാണ്. നാണം കെട്ട തോൽവി എങ്ങനെയാണ് ഉണ്ടായത്? ഈ ഒരു വനിതകളുടെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ, പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന നേതാവ് എന്നുള്ള നിലയിൽ ഈ ആശാസമരം നടന്ന സമയത്ത് ഈ ശ്രീമതി ടീച്ചർ എവിടെയായിരുന്നു? ഇപ്പോൾ ശൈലജ ടീച്ചറും പറയുന്നുണ്ട് ഞങ്ങൾ ആശാസമരക്കാരെ ആക്ഷേപിച്ചു. നിങ്ങളൊക്കെ അന്ന് എവിടെ ആയിരുന്നു? നിങ്ങളാരും ഈ സമരം ഒന്ന് തീർക്കാൻ വേണ്ടി നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി ഒരു വാക്ക് സംസാരിക്കാൻ നിങ്ങളാരും ധൈര്യപ്പെട്ടില്ല. നിങ്ങളിവരെ അവഗണിച്ച് മൂലക്കിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണല്ലോ നിങ്ങളെ ആ സ്ത്രീകൾ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് പരസ്യമായി കേരളം അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് നിങ്ങളുടെ പാർട്ടിക്കെതിരായിട്ട് സംസാരിച്ച് അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുകയും ചെയ്തു. അതാണ് ഈ പൊതുവിഷയങ്ങളോട് നിങ്ങൾ സംസാരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. അതാണ് പ്രശ്നം. നിങ്ങൾ ഭരണത്തിൽ നിന്ന് പുറത്തായി കഴിയുമ്പോഴാണ് നിങ്ങൾ പല വിഷയങ്ങളെക്കുറിച്ചും പ്രതികരിക്കാൻ നിങ്ങൾ നട്ടല് കാണിക്കുന്നത്. അതുവരെ മിണ്ടാതിരിക്കുക. എന്നിട്ട് പിന്നീടാണ് കുമ്പസാരം നടത്തുന്നത്. ഇപ്പോൾ അത്തരത്തിൽ പലരും കുമ്പസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ശ്രീമതി ടീച്ചർ വളരെ വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ച അതും പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ അനുപമ എന്ന പെൺകുട്ടിയെ ശിശുക്ഷേമ സമിതിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അവർ അന്ന് അനുപമയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ ധൈര്യം കാണിച്ചു. അത് പറഞ്ഞു. പക്ഷേ അതേപോലെ തന്നെയാണ് അത്തരം കാര്യങ്ങളിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട സമയത്ത് CPM-ന്റെ നേതൃത്വം മിണ്ടാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കുമ്പസാരവും പുനർചിന്തനവും ഒന്നും നടത്തിയിട്ട് കാര്യമില്ല. അപ്പം സ്വയം വിമർശനം എന്ത് സ്വയം വിമർശനം നടത്തേണ്ട സമയത്ത് നിങ്ങൾ സ്വയം വിമർശനം നടത്തിയില്ല. അതാണ് നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ജനകീയ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒരിക്കൽ പോലും അതിൻ്റെ യാഥാർത്ഥ്യം, ഭരണത്തിലിരിക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കാറില്ല. അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായി വന്നത്. ഈ നേതാക്കളുടെ ധാർഷ്ട്യം, നേതാക്കൾ ജനങ്ങളോട് പെരുമാറുന്ന രീതി, ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് കാലത്തിന്റെ ചുവരെടുത്ത് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങൾ CPM-നെ ശിക്ഷിച്ചത്
ശ്രീമതി ടീച്ചറിനെ പോലെ ഒരു നേതാവിനെ കാണാൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒക്കെ ജനവികാരം എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അവിടെ നടന്ന ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ നിങ്ങൾക്കാർക്കും സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല. കേരളത്തിലെ ആരോഗ്യരംഗത്ത് കഴിഞ്ഞ 10 വർഷം ഉണ്ടായ പ്രശ്നങ്ങൾ അത് കാണാൻ കഴിഞ്ഞില്ല. അതിനോടൊക്കെ ആരോഗ്യമന്ത്രിമാരായിരുന്നവർ സ്വീകരിച്ച സമീപനങ്ങൾ, ആ വകുപ്പിൽ നടന്ന അഴിമതികൾ, ഇതേക്കുറിച്ചൊക്കെ ശ്രീമതി ടീച്ചർ മിണ്ടാതിരിക്കുകയായിരുന്നു. അതൊക്കെ തെറ്റാണെന്നോ അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നോ പോലും പറയാനുള്ള ധൈര്യമുണ്ട്. കേരളത്തിലെ 2 പാവപ്പെട്ട സ്ത്രീകളുടെ വയറ്റിലാണ് സർജറിക്ക് ശേഷം കത്രിക കിടന്ന സംഭവം ഉണ്ടായത്. ശ്രീമതി ടീച്ചർ അവരോട് ഒരു വാക്ക്, നല്ല വാക്ക് പറയാൻ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഈ പ്രശ്നത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് അന്നത്തെ ആരോഗ്യമന്ത്രിമാരോട് പറയാൻ ശ്രീമതി ടീച്ചർ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇതാണ് നിങ്ങൾ ഈ 10 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾ അതേക്കുറിച്ച് കുമ്പസാരിക്കുകയും നാണം കെട്ട തോൽവിയാവുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ ഈ എന്താ പറയുക, നമ്മൾ പറയത്തില്ലേ, ഓടുന്ന ബസ് പോയി കഴിഞ്ഞ് കൈ കാണിച്ചിട്ട് എന്ത് കാര്യം എന്ന് പറയുന്നില്ല. നടക്കാനുള്ള എല്ലാം നടന്നു കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഇത്തരത്തിലുള്ള കുമ്പസാരം നടത്തിയിട്ട് എന്താ കാര്യം? ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ 2 അർഷീന എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെയും, അവര് മാസങ്ങളോളമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ സത്യാഗ്രഹം ചെയ്ത്. അതേപോലെ തന്നെയാണ് ആലപ്പുഴയിലെ ഒരു സ്ത്രീയുടെ വയറ്റില് കത്രികയിട്ട സംഭവം ഉണ്ടായി. ഇതിനോടൊന്നും ഈ മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീമതി ടീച്ചർ യാതൊരു തരത്തിലും ഒരു അനുഭവം പ്രകടിപ്പിക്കുകയോ അവർക്ക് പിന്തുണ കൊടുക്കുകയോ തയ്യാറായി. കാരണം അന്നേരം പാർട്ടി അച്ചടക്കം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് സത്യം പറയാനുള്ള ധൈര്യം പാർട്ടി അച്ചടക്കത്തിന്റെ ആവശ്യമൊന്നുമില്ല. അത് പറയേണ്ട സമയത്ത് പറയണം. പിന്നീട് പറഞ്ഞിട്ട് എന്താ കാര്യം? ആ സ്ത്രീകളുടെ വിഷയം അന്നത്തെ മന്ത്രിസഭയുടെ മുമ്പിൽ ഒരു വർഷം ടേക്കപ്പ് ചെയ്തിരുന്നെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാകുമായിരുന്നു. ആ പരിഹാരത്തിനൊന്നും ഇവരാരും ശ്രമിച്ചിട്ടില്ല. ഇവരൊക്കെ അന്ന് കണ്ണാടി കൂട്ടിലിരിക്കുകയായിരുന്നു. അവരതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. കേരളത്തിലെ 2 ആരോഗ്യമന്ത്രിമാർ വനിതകളായിരുന്നു. 2006 വനിത ശ്രീമതി ടീച്ചറായിരുന്നു, 2016 ശൈലജ ആയിരുന്നു, 2021 വീണ ജോർജ് ആയിരുന്നു. ഇവർ 3 പേരുടെയും പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കണ്ടല്ലേ? ശ്രീമതി ടീച്ചറിന്റെ കാര്യത്തിൽ പല വിഷയങ്ങൾ വരുമ്പോൾ ശ്രീമതി ടീച്ചർ അത് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ ഈ മറ്റ് 2 പേരുടെ കാലത്ത് എന്തായാലും സംഭവിച്ചു എന്നുള്ളത് അന്വേഷിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു വികാരം അറിഞ്ഞ് പെരുമാറേണ്ടതല്ലായിരുന്നോ? നമ്മൾ കണ്ടതാണ് ഈ 2 കാലഘട്ടങ്ങളിൽ നടന്ന വെറുതെ ബലൂണിനകത്ത് കാറ്റ് നിറച്ച് പൊക്കി വിടുന്ന പോലുള്ള വികസന കഥകൾ മാത്രമായിരുന്നു പാടിക്കൊണ്ടിരുന്നത്. ആശുപത്രികളിൽ എന്താ സംഭവിക്കുന്നു എന്നുള്ളത് പാർട്ടി ഒരു തരത്തിൽ അറിയാൻ ശ്രമിച്ചില്ല. ജനങ്ങളുടെ നിത്യജീവിതത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോട് CPM നേതാക്കളുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഒരു ഡോക്ടർ പറഞ്ഞത്, ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ അഭാവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങേരെ എന്താണ് പരിഹസിക്കുകയായിരുന്നു CPM നേതാക്കൾ. ഇല്ലേ, സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് കണ്ണില്ലാതെ പോകുന്നതാണ് ലോകം മുഴുവനുള്ള ഈ പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണമായി. 34 വർഷം ഭരിച്ച ബംഗാളിൽ പോലും ഇപ്പോഴതാണ് സംഭവിച്ചത്. 1 സീറ്റാണ് ആകെ കിട്ടിയത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അപ്പൊ ജനങ്ങളോട് നിങ്ങൾ ഒപ്പം നിൽക്കാൻ ശ്രമിക്കാതിരിക്കുകയും പിന്നീട് വിശകലനവും പിന്നീട് താത്വിക ചർച്ചയും നടത്തിയിട്ട് എന്താ കാര്യം? ജനങ്ങൾക്ക് അറിയേണ്ട സമയത്ത് കൊടുക്കേണ്ട വിവരങ്ങൾ കൃത്യമായി കൊടുക്കുകയും ജനങ്ങളുടെ വിഷയങ്ങളോട് നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാവണം. ഭരണത്തിലിരിക്കുമ്പോൾ ഒരു സമീപനവും ഭരണത്തിന് പുറത്തായി കഴിയുമ്പോൾ ഒരു സമീപനവുമാണ് പലപ്പോഴും സ്വീകരിക്കുന്നത്. അത് ഒരുതരം കാപട്യമാണ്. അതിനൊക്കെയാണ് ഒരു വ്യക്തത വരേണ്ടത്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം മുഖത്ത് നോക്കി പറയാനുള്ള അറിവും ഭരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കാണിക്കണം. അത് കാണിക്കാത്തതാണ് പ്രശ്നം. ശ്രീമതി ടീച്ചർ ഇപ്പോൾ പറയുന്നത് നാണം കെട്ട തോൽവിയായിരുന്നു. ശ്രീമതി ടീച്ചർ 1 വർഷം മുമ്പ് അല്ലെ 2 വർഷം മുമ്പ് ഈ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ഈ അനാവശ്യ പ്രവണതകളെ ചോദ്യം ചെയ്യാനോ ചെറുക്കാനോ ശ്രമിച്ചിരുന്നെങ്കിൽ കുറെയെങ്കിലും മാറ്റം വരുമായിരുന്നു. നിങ്ങളാരും മിണ്ടിയില്ല. നിങ്ങൾ ഇതൊന്നും കണ്ടെന്ന് നടിച്ചിട്ട് പോലുമില്ല. അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിലെ വനിതാ നേതാക്കൾ എന്ന് പറയുന്ന CPMന്റെ നേതാക്കൾ ഈ പാവപ്പെട്ട സ്ത്രീകൾ 266 ദിവസം കടന്നപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോ ആശാ വർക്കർമാർക്ക് 3000 രൂപ കൊടുത്ത സർക്കാരിനെ കുറ്റപ്പെടുന്നതാണ് ഇപ്പോഴും. അവർ പറഞ്ഞ വാക്ക് പാലിച്ചില്ല. 100 രൂപ 10 രൂപ ചോദിച്ചിട്ട് കൊടുക്കാത്തവരാണ് ഇപ്പോൾ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ഏത് തരത്തിലാണ് ഈ വിഷയങ്ങളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പലപ്പോഴും പ്രതികരിക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. അതാണ് പ്രശ്നം. അതുണ്ടാവാത്തതാണ്, കാറ്റ് കയറാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോഴും CPMന്റെ നേതാക്കൾ ജീവിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അതിനൊക്കെയാണ് ഒരു പരിഹാരം ഉണ്ടാവേണ്ടത്.